വാളയാർ സംഭവം ജാതി വ്യവസ്ഥ തിരിച്ചുവരുന്നതിന്റെ അടയാളമാണെന്ന് തിരുവനന്തപുരം അതിരൂപത ഫൊറോന വികാരി മോൺസിഞ്ഞോർ ടി നിക്കോളാസ്. വിഷയം സർക്കാർ ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത KCYM-ന്റെ നേതൃത്വത്തിൽ വാളയാറിൽ പീഡനത്തിനിരയായി മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വാളയാറിൽ 2 പെൺകുട്ടികൾ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവവും തുടർന്നുള്ള അന്വേഷണങ്ങളും സംസ്ഥാനത്ത് ജാതി വ്യവസ്ഥ തിരിച്ചുവരുന്നതിന്റെ അടയാളമാണെന്ന് മോൺസിഞ്ഞോർ ടി നിക്കോളാസ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിലെല്ലാം കൊല്ലപ്പെടുന്നത് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളവരാണെന്നത് അതിന് തെളിവാണ്. നീചവും കിരാതവുമായ സംഭവമാണ് വാളയാറിൽ ഉണ്ടായത്. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടവർ അതിനുവേണ്ട തെളിവുകൾ നീതിപീഠത്തിന് നൽകിയില്ലെന്നും കേരളത്തിന്റെ മനസാക്ഷി ഇതിനെ അപലപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KCYM അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി മോൺസിഞ്ഞോർ ഉദ്ഘാടനം ചെയ്തു. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ പുറത്താക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ തീരുമാനമെടുത്തു. എന്ത് അച്ചടക്ക ബോധമാണെന്നറിയില്ല. എന്ത് മൂല്യങ്ങളാണ് നമ്മുടെ സാംസ്കാരിക കലാരംഗങ്ങളിൽ സംഭവിക്കുന്നു എന്നറിയില്ല. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. KCYM ലത്തീൻ സംസ്ഥാന പ്രസിഡന്റ് അജിത് കാനപ്പള്ളി, സംസ്ഥാന ഡയറക്ടർ ഫാദർ പോൾ സണ്ണി, ഫാദർ ദീപക് ആൻഡോ, രൂപത പ്രസിഡന്റ് ഷിബു എന്നിവർ നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.